നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെതിരെ പരാതി ഉയർന്നിരിക്കുന്നു. ലൈംഗിക ചൂഷണത്തിനും സാമ്പത്തിക കാര്യത്തിനും തട്ടിപ്പ് നടത്തിയതിനും എതിരായിട്ടാണ് പരാതി നൽകിയത്. 65 ലക്ഷം രൂപ തൻ്റെ സുഹൃത്ത് ആയ ഷിയാസ് കരീം തട്ടിയെടുത്തെന്നും പരാതിയിലുണ്ട്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്. തന്നെ വിവാഹം കഴിച്ചോളാമെന്നും തന്നെ സംരക്ഷിച്ചുകൊള്ളാമെന്നും പറഞ്ഞ് പ്രണയം നടിച്ച് അതിനുശേഷം തന്നിൽ നിന്ന് 65 ലക്ഷത്തോളം രൂപയും തട്ടിയെടുത്ത് ഷിയാസ് കരീം എന്നാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. കേരള ഹൈക്കോടതിയിലെ പ്രശസ്ത അഭിഭാഷക വിമല ബിനു അസോസിയേറ്റ്സ് ആണ് പരാതിക്ക് വേണ്ടി ആ സ്ത്രീക്ക് വേണ്ടി ഹാജരായത്. വിമല ബിനു അസോസിയേഷൻ സംസ്ഥാനത്തെ അല്ലെങ്കിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ് തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ ബിസിനസ്സുള്ള യുവതി തൻ്റെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുമെന്ന് കരുതിയാണ് 65 ലക്ഷം രൂപ കൈമാറിയത്. തൻ്റെ ജിമ്മിലെ പാർട്ട്ണറാകാമെന്നും അതിലേക്ക് പണം മുടക്കിയിട്ടുള്ളതിൻ്റെ അക്കൗണ്ടുകൾ മുഴുവൻ ഈ സ്ത്രീയുടെ കൈവശമുണ്ട്. ഇയാൾ പറ്റിച്ചെടുത്ത പണത്തിൻ്റെ അക്കൗണ്ടുകളുമുണ്ട്, അതിൻ്റെ ബാങ്ക് നോട്ടുകളും എല്ലാം കൈവശമുണ്ട്. വെബ്സൈറ്റുകൾക്ക് ശേഷിയിലെ അശ്ലീല പോൺ ഇട്ടുകൊടുക്കുമെന്നും തൻ്റെ നഗ്നചിത്രം പുറത്തു വിടുമെന്നൊക്കെ ഭീഷണി കൂടെ ഇയാൾ നടത്തുമായിരുന്നു. എന്തായാലും അഡ്വക്കേറ്റിനെ കണ്ട് ആ ബിസിനസ്സുകാരി പരാതി ഡ്രാഫ്റ്റ് ചെയ്ത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ഇതിനു മുമ്പ് നമുക്കറിയാം ഷിയാസ് കരീം ഇതുപോലൊരു പറ്റിച്ചിട്ടുണ്ട്. ഷിയാസ് കരീം മറ്റൊരു സ്ത്രീക്ക് വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് അവരിൽ നിന്നൊരു 11 ലക്ഷം രൂപ കൈക്കലാക്കി. അവർ കാസർഗോഡുകാരിയാണ്, അവർ ഒരു ജിം ട്രെയിനറാണ്. ആ കേസിലേക്ക് ഷിയാസ് കരീമിനെ മദ്രാസ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഷിയാസ് കരീമിന് ഇപ്പം 2 പരാതികളായി. നടനും ബിഗ് ബോസുമായ ഈ താരത്തിനെ പലരും ഇഷ്ടപ്പെടുന്ന താരം കൊണ്ടായിരിക്കാം ഇതുപോലെ ഒന്ന് പറ്റിക്കപ്പെടുന്നത്. ഇയാൾ അതൊരു പറ്റീലിൻ്റെ മേഖലയാക്കി വളർത്തിക്കൊണ്ട് വരുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. ഇപ്പം തന്നെ 2 പേര് പരാതി കൊടുത്തു കഴിഞ്ഞു. ഇനിയും പരാതികൾ വരും എന്നാണെന്ന് തോന്നുന്നു. സ്നേഹത്തോടു കൂടി അടുക്കുകയും അവരുമായിട്ട് ബന്ധപ്പെടുകയും അവരുമായിട്ട് വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് പറയുകയും പിണങ്ങിക്കഴിഞ്ഞാൽ അശ്ലീല പോൺ വെബ്സൈറ്റുകളിൽ നിങ്ങളുടെ പടം ഇടുമെന്നും നിങ്ങളുടെ നഗ്നചിത്രം പുറത്തു വിടുമെന്നും അങ്ങനെ രീതിയിലുള്ള ഭീഷണികൾ പലതും ഇയാളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇവർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിനകത്ത് കൃത്യമായിട്ട് ബാങ്കിലെ കൂടെ എത്ര രൂപയാണ് ഇയാൾ കൈക്കലാക്കിയെന്നും ഇയാളുടെ വോയിസ് റെക്കോർഡുകളും ഇൻസ്റ്റഗ്രാം ചാറ്റുകളും അങ്ങനെയുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും കേസ് അല്പം കട്ടിയായി കടുത്തതായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അയാൾ ചീറ്റ് ചെയ്തതിനും അയാൾ പറ്റിച്ചതിനും അയാളുടെ ഉള്ള റെക്കോർഡുകളും ബാങ്ക് റെക്കോർഡുകളും അതുപോലെ തന്നെ വോയിസ് റെക്കോർഡുകളും ഇൻസ്റ്റഗ്രാമിൽ കൂടെയുള്ള ചാറ്റുകളും ഒക്കെ കൊടുത്തതിൽ നിന്ന് അയാൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു കൺവിഷനിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നാണ് ഞാൻ കരുതുന്നത്.